ഇസ്രയേലുമായി സമാധാന ഉടമ്പടിയിൽ ധാരണയായില്ലെന്നും തങ്ങളുടെ പ്രതിനിധികൾ ഈജിപ്ത് വിട്ടുവെന്നും ഹമാസ്. ഈജിപ്തിൽ വെച്ചാണ് ചർച്ചകൾ പുരോഗമിച്ചിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് മധ്യസ്ഥരുടെ എല്ലാ ഇടപെടലുകളും ഇസ്രയേൽ തടസ്സപ്പെടുത്തിയെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ സമി അബു സുഹരി പറഞ്ഞു. ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കണം, ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ടെന്നും ഉറപ്പാക്കണം, കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തിരിച്ചുവരുന്നുണ്ട് ഉറപ്പാക്കണം തുടങ്ങിയ ഹമാസിന്റെ ആവശ്യങ്ങൾ ഇസ്രയേൽ നിരസിച്ചതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്ന് ഈജിപ്ഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. റംദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഉടമ്പടി നടപ്പിലാക്കുക അസാധ്യമാണെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഗാസയിലുടനീളം ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ മുനമ്പിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. വടക്കൻ ഗാസിലെ ജബലിയ അൽ ബലാദിലെ പള്ളിയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും മൂലം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 20 പേർ മരണപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം 154-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ 30,800 പേർ കൊല്ലപ്പെട്ടു. 78,298 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റംദാൻ മാസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗാസയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേഖകൾ വിതരണം ചെയ്ത ഇസ്രയേൽ നടപടി അപലപിച്ച് പലസ്തീനികൾ രംഗത്തുമെത്തി. ഇസ്രയേൽ സൈന്യത്തിന്റെ നടപടി മാനസികമായി പീഡിപ്പിക്കുന്നതിനുള്ളതാണെന്നാണ് ആരോപണം. വിശക്കുന്നവർക്ക് ആഹാരം നൽകുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് ലഘുലേഖയിലെ വാചകങ്ങൾ. ദൈവത്തോട് വ്രതം സ്വീകരിക്കാനും പാപങ്ങൾ പുറത്തു തരാനും ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയും പ്രദേശത്തെ പലസ്തീനികൾക്ക് ഉപസമൃദ്ധമായ നോമ്പുതുറ ഉണ്ടാകുമെന്നും എഴുതിയിട്ടുണ്ട്. ഇസ്രയേൽ വെള്ളവും ഭക്ഷണവും തടഞ്ഞതിനെ തുടർന്ന് ഗാസയിലെ 10,000-കണക്കിന് ആളുകൾ പട്ടിണി മൂലം വലയുമ്പോഴാണ് ഇത്തരമൊരു ലഘുലേഖ വിതരണം ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ചത് മുതൽ നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും മൂലം 20 പേരെങ്കിലും ഗാസയിൽ മരണപ്പെട്ടിട്ടുമുണ്ട്. റംദാനിൽ അലങ്കാരത്തിനുപയോഗിക്കുന്ന വിളക്കുകളുടെ ചിത്രത്തിനൊപ്പം അറബിയിലാണ് ലഘുലേഖയിലെ വാചകങ്ങൾ. ഇസ്രയേൽ ലഘുലേഖയെ അപലപിച്ച മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഇസ്രയേൽ കാരണമാണ് ഗാസയിലെ ജനങ്ങൾ പട്ടിണി മൂലം കഷ്ടപ്പെടുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അടുത്തയാഴ്ചയാണ് റംദാൻ ആരംഭിക്കുന്നത്. ജനുവരി 23-നാണ് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന UN ഏജൻസി അവസാനമായി ഗാസയിൽ ഭക്ഷണം എത്തിച്ചതെന്ന് ഏജൻസിയുടെ അധ്യക്ഷൻ ഫിലിപ്പ് ലെസാറിനി അറിയിച്ചിരുന്നു. നേരത്തെയും സമാനമായ ലഘുലേഖകൾ ഇസ്രയേൽ ഹെലികോപ്റ്റർ വഴി ഗാസയിൽ വിതരണം ചെയ്തിരുന്നു. അതേസമയം റംദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വെടിനിർത്തൽ നടപ്പിലാക്കില്ല എന്നാണ് സൂചന. വെടിനിർത്തൽ ഉടമ്പടിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഇസ്രയേൽ തടസ്സപ്പെടുത്തുകയാണെന്നും ഹമാസ് ആരോപിച്ചിരുന്നു. വെടിനിർത്തൽ ചർച്ചകൾ അവസാനിപ്പിച്ച് ഈജിപ്ത് വിട്ടതായും ഹമാസ് പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നാണ് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ അറിയിക്കുന്നത്. അതിനിടെ ഇസ്രയേലിനോട് അനുകമ്പ പുലർത്തുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന പലസ്തീൻ അനുകൂല സംഘടനകളുടെ വിമർശനം തങ്ങൾ സ്വീകരിക്കുന്നതായി അവർ അറിയിച്ചു. ഇത് റിപ്പോർട്ട് ചെയ്യാൻ അത്യന്തം പ്രയാസകരമായ വാർത്തയാണ്. വിവേചനമില്ലാതെയും വ്യക്തമായും പ്രേക്ഷകരിലേക്ക് വാർത്ത എത്തിക്കാൻ ഞങ്ങൾ വളരെയധികം ശ്രമിക്കാറുണ്ട് എന്നും എന്നാൽ വളരെയധികം ധ്രുവീകരിക്കപ്പെട്ട വാർത്തകളിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണെന്നും BBC-യിലെ ന്യൂസ് കണ്ടന്റ് ഡയറക്ടർ റിച്ചാർഡ് ബർഗസ് പറഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർത്താ സ്ഥാപനം എന്ന നിലയിൽ പിശകുകൾ സംഭവിക്കുമെന്നും ബർഗസ് ചൂണ്ടിക്കാട്ടി. പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ സുതാര്യമാണെന്നാണ് എന്റെ വിശ്വാസം, എന്നാൽ പിശകുകൾ സംഭവിക്കാതിരിക്കുക എന്നത് അസംഭവ്യമാണ്. ഞങ്ങൾ പിശകുകൾ വരുത്താറുണ്ട് എന്നും ബർഗസ് പറഞ്ഞു. അതേസമയം BBC-ക്ക് ഇസ്രയേൽ അനുകൂല നയമുണ്ടെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നുണ്ടെന്നുമുള്ള ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. അതേസമയം 2 ലക്ഷം വാർത്തകളുമായി TV റിപ്പോർട്ടുകളുടെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ന്യായമായ രീതിയിൽ ഗാസയിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്ന് CFMM റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. പലസ്തീനുകളെ അപേക്ഷിച്ച് ഇസ്രയേലികളെ 11 മടങ്ങ് ആക്രമണത്തിന്റെ ഇരകളായി മാധ്യമങ്ങൾ പരാമർശിച്ചെന്നും 76% ഓൺലൈൻ വാർത്തകളും സംഘർഷത്തെ ഇസ്രയേൽ ഹമാസ് യുദ്ധമായാണ് ചിത്രീകരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.